കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 8330846476 9895549683. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MES കൊച്ചി താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റും പൊതു സമൂഹത്തിലെ സജീവ സാന്നിധ്യവുമായ ശ്രീ KM ഹസനാണ്. സ്വാഗതം. സാധാരണ രീതിയിൽ MESന്റെ കൊച്ചി താലൂക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താലൂക്കിന്റെ പ്രസിഡന്റായിട്ട് 2 തവണയിൽ കൂടുതൽ തുടരുക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് 3ാമത്തെ തവണയാണ് ഐക്യകണ്ഠേന MESന്റെ പ്രസിഡന്റായിട്ട് ശ്രീ KM ഹസൻ തുടരുന്നത്. സംഘടന അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്താ? സംഘടന എന്ന് പറഞ്ഞാൽ കൊച്ചി താലൂക്കിൽ 15 മെമ്പർമാരാണ്. ഈ 15 മെമ്പർമാരിൽ നിന്നിട്ടും താലൂക്ക് കമ്മിറ്റി 15 മെമ്പർമാരാണ്. ഈ 15 മെമ്പർമാരിൽ നിന്നിട്ടും 5 പേരെ തിരഞ്ഞെടുക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, 5 പേരെ തിരഞ്ഞെടുക്കും. ഈ 15 പേരും എൻ്റെ കൂടെ വളരെ നാളുകളായിട്ട് വർക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരേ രീതിയിൽ തന്നെ എല്ലാ കാര്യവും പരസ്പരം മനസ്സിലാക്കി സംസാരിച്ച് ഒത്തുപോകുന്ന രീതിയിൽ കാറിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെല്ലാം പ്രവർത്തനം ഉണ്ടാക്കണം, എന്തെല്ലാം ചെയ്യണം എന്ന് മൊത്തമായിട്ട് ആലോചിച്ച് സംസാരിച്ച് ഒരേ അഭിപ്രായത്തിൽ തന്നെ ആരും ചെറുതും വലുതും എല്ലാത്തിലും അഭിപ്രായത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ പേരിലാണ് അവർ വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ തന്നെ ഈ പ്രാവശ്യവും പ്രസിഡന്റായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അത് മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു സംസാരം ഉണ്ടായാൽ പോലും അത് കമ്മിറ്റി വിളിച്ചു കൂട്ടി അവരറിയിച്ച് അവരും കൂടി വന്നിരുന്ന് സംസാരിക്കുന്ന രീതിയിലോട്ട് അവർ ആലോചിക്കും. അസിക്ക വിളിച്ചില്ലല്ലോ, ഒരു ഫോൺ വന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ടല്ലോ അവർ വിളിക്കുമ്പോൾ തന്നെ. ആര് സെക്രട്ടറി വിളിച്ചു ചോദിച്ചാലും മറ്റുള്ള നേതാക്കന്മാർ വിളിച്ചു ചോദിച്ചിരുന്നാലും അവർ പറയും അസിക്കാൻ്റെ ഫോൺ വന്നില്ലല്ലോ. അപ്പം ഞാൻ വിളിച്ചു പറയുക എൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെയാണോ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരിലാണ് അവർ. സംഘടനാ പാഠവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പിന്നെ പ്രസിഡന്റായി KM ഹസനെ ചുമതലപ്പെടുത്തിയത്. അതെ, അതുപോലെ തന്നെയാണ് പിന്നെ ഈ MES എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സജീവമായി നിൽക്കുകയും ഒപ്പം കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു സംഘടനയാണല്ലോ MES. പക്ഷേ MESന് ഈ കുറച്ച് കാശുകാരുടെ സംഘടന എന്നുള്ളൊരു ആക്ഷേപം പല വഴിക്കൊന്നും വരാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? കുറച്ച് കാശുള്ളവരുടെ ഒരു കൂട്ടായ്മ? ഒരിക്കലും അല്ല, അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല, ആർക്കും ഇല്ല. കാരണം ഇതൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മാർഗദർശി എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറാണ്. ഫസൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം 14 തലവാടിയും പൈസ ഉള്ളതും സൗകര്യമുള്ള കുടുംബം തന്നെയാണ് അവരുടെ കുടുംബം. ഡോക്ടർ ഗഫൂർ സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാവരും സമ്പത്തും സൗകര്യമുള്ള അന്നത്തെ പുരാതന ചരിത്രത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു വലിയൊരു കുടുംബമാണ്. അവർക്ക് ഈ പൈസൻ്റെതോ അല്ലെങ്കിൽ പൈസ ഇല്ലായ്മ പൈസ ഉള്ളവരെ വിളിച്ചു കൂട്ടിലോ ഒന്നുമല്ല. വർക്കാർ ചെയ്യുന്നു, നല്ല രീതിയിൽ പ്രവർത്തനം ആര് കാഴ്ചവെക്കുന്നു, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെല്ലാം ഉന്നമനത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏതെല്ലാം രീതിയിൽ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ പറ്റും, ഇത് മനസ്സിലാക്കിയിട്ട് ഗഫൂർ സാഹിബ് ഉൾപ്പെടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഇന്ന് ഈ പ്രാവശ്യം തന്നെ 7ാം തവണയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് ഏറ്റെടുക്കുന്നത്. അതിന് സത്യമുണ്ട്. കാരണം വെച്ചാൽ ഇന്നേവരെയും ജനങ്ങൾ കാണുന്ന രീതിയിൽ എല്ലാ വീഡിയോ ദൃശ്യങ്ങളിലും എല്ലാത്തിലും അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ മടി കൂടാതെ ആരെയും വിലവെക്കാതെ ശക്തമായിട്ട് പറയാൻ സാധ്യമുള്ള ഒരു വലിയ ഉന്നത നേതാവാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അത് യാതൊരു സംശയമില്ല. അവരുടെയൊക്കെ പിൻഗാമികളായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് വരെ ഇത് പഠിക്കുവാനും മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തോരം ആളുകൾക്കാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കുന്നത്. പെരിന്തൽമണ്ണയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, കുറ്റിപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെയൊക്കെ പിന്നെ വലിയ തുക നൽകേണ്ടി വരും എന്നുള്ളത് ഒരിക്കലും അത് തന്നെ തെറ്റാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അതായത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിങ്ങനെ 50-50 ഉണ്ടാക്കി കൊണ്ടുവന്നത് തന്നെ ഡോക്ടറാണ്.
ഒരുപാട് ഇവിടെ വിദ്യാഭ്യാസവും ഒരുപാട് മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടെങ്കിൽ കൂടി തന്നെ 50-50 പറഞ്ഞിട്ട് ആദ്യ സമ്പദം മൂലം രംഗത്ത് കൂടുന്ന ഡോക്ടർ ഫസൽ ഗഫൂറാണ്. 50% മെറിറ്റ്, 50% മാനേജ്മെന്റ്. ഒരു സംശയമില്ല. അതില് ഈ 50% സർക്കാർ ഫീസ്, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് വാങ്ങാൻ പാടില്ല. ഒരു സംശയം വേണ്ട. അത് മാത്രം ഇപ്പൊ പുതിയതും കൂടി ഉണ്ട്. ഇപ്പൊ വെച്ചാൽ ആർക്കും തന്നെ യാദൃശ്യമായിട്ടൊന്ന് ഒരു തള്ളിക്കയറ്റിയിട്ടോ വേറൊരു ഇതിലേക്ക് അഡ്മിഷൻ കൊടുക്കാനും സാധ്യമല്ല. കാരണം മുഴുവൻ മെറിറ്റും ആക്കിയിട്ട് ഡോക്ടർ, അതായത് ഗവൺമെന്റ് കൈവശം വെച്ചിരിക്കുന്നതാണ്. 100% മെറിറ്റാണ്. ഏകജാലകം വഴിയാണ്. ഏകജാലകം വൈകി. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ അതായത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഫീസ് മാത്രം പഠിച്ചാൽ മതി. മെറിറ്റ് ഉള്ള കുട്ടികൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷെ 50% മാനേജ്മെന്റ് കോട്ടയിൽ ഗവൺമെന്റ് നിശ്ചയിച്ച ഫീസ് മാനേജ്മെന്റിന് ഗവൺമെന്റ് നിശ്ചയിച്ചു കൊടുത്ത ഫീസേ വാങ്ങാൻ പാടുള്ളൂ. അതുള്ളൂ. മാനേജ്മെന്റ് ഇഷ്ടമുള്ള പണം വാങ്ങാൻ പാടില്ല. ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അങ്ങനെ സംഭവം തന്നെ ഇല്ല. അത് ഏറ്റവും കൂടുതൽ രംഗത്ത് കൂട്ടുന്നത്, ഏറ്റവും കൂടുതൽ പറഞ്ഞതും ആവർത്തിച്ചതും ഡോക്ടർ തന്നെയാണ്. അതുകൊണ്ട് ഒത്തിരി കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. സമുദായത്തിന് വല്ല പ്രത്യേക ഇളവുകൾ വല്ലതും നൽകാമല്ലോ? സമുദായത്തിൽ വരുന്ന കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കുന്നത്. അതായത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ നമുക്ക് ഒരുപാട് മേഖല ചിന്തിച്ചു നോക്കിയേ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക്, ലളിതർക്ക്, ഇവർക്കൊക്കെ തന്നെ ആരാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? എവിടെയാണ് പഠിക്കാൻ സാധിക്കുന്നത്? ഏത് പെൺകുട്ടികളൊക്കെയാണ് പഠിക്കാൻ വേണ്ടി വീട്ടിൽ പറഞ്ഞയക്കുന്നത്? ആ കാലഘട്ടത്തിൽ നിന്നും ഇവരൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമം MBS നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഫലം തന്നെയാണ് ഇന്നും ആലോചിച്ച് നോക്കി. എത്ര ഡോക്ടർമാർ മുസ്ലിംസിലുണ്ട്, എത്ര നഴ്സുമാർ മുസ്ലിംസിലുണ്ട്. വിദ്യാഭ്യാസപരമായി സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ MBS കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഒട്ടനവധി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ പിന്നിൽ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ സജീവ സാന്നിധ്യവും ഇടപെടലുമാണ് MBS വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. 100%. നമുക്ക് ഈ കൊച്ചി മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കൊച്ചി മണ്ഡലത്തിൽ പ്രൊഫഷണൽ രംഗത്ത് ഇപ്പോൾ MBS ഒരു കോളേജ് ഉണ്ട്, പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കോളേജ് ഉണ്ട്, ഇപ്പോൾ മാനേജ്മെന്റിൽ തന്നെ കൊച്ചിൻ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ സംവിധാനത്തിൽ, അതായത് ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പശ്ചിമോച്ചിയിൽ ഇല്ലാത്തത് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചിൻ കോളേജ് എന്ന് പറഞ്ഞ അത് പിന്നെ എല്ലാ കോളേജിലും മെറിറ്റില് കിട്ടുന്ന ഇത്ര ശതമാനം മെറിറ്റിലേക്ക് കൊടുക്കണമെന്നുണ്ട്. ക്യാപ്പിൽ തന്നെ പിള്ളേരുണ്ട്. അതല്ലാണ്ട് മെറിറ്റിൽ തന്നെ അല്ല. അതുകൊണ്ട് മാനേജ്മെന്റ് മാത്രം എടുക്കും. നമ്മള് സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. മറ്റ് സെൽഫ് ഫൈനാൻസിങ് മാത്രമല്ല, രണ്ടുമുണ്ട്. അതുകൊണ്ട് 12,000 മതി. അല്ല, സർക്കാർ സംവിധാനത്തില് ഒരു പശ്ചിമോച്ചിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ഇല്ലാത്തതൊരു പരാജയമല്ലേ? പരാജയമാണെങ്കിലും ഇവിടെ കോളേജ് ഒരുപാട് ഉള്ളതിന്റെ പേരിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് മേടിച്ചിട്ടുള്ള മാനേജ്മെന്റ് നടത്തുന്നത്. ഒരു വലിയ കാശോ ഡൊണേഷനോ നമ്മളെ പോലെ MBS കോളേജ് മേടിക്കാറില്ല. ഡൊണേഷനുള്ള സാധനം മേടിക്കുക 2 ലക്ഷം 1 ലക്ഷം 3 ലക്ഷം മേടിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ തമ്മിട്ടോടത്തോളം നമ്മൾ ഒരു ഡൊണേഷൻ മേടിക്കുന്ന സംവിധാനം തന്നെ ഇല്ലാന്ന് ഡോക്ടർ നേരത്തെ മുഴുവൻ കോളേജ് MBS കോളേജിൽ ഒരു ആളുടെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് പോലും 1 രൂപ ഡൊണേഷൻ വാങ്ങുന്ന സംവിധാനമില്ല. അത് 100% നമുക്ക് പറയാൻ സാധിക്കും. സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. MBS സ്കോളർഷിപ്പ് അങ്ങനെ അത് ശരിക്കും മനസ്സിലാക്കാമല്ലോ. എറണാകുളം ജില്ല തന്നെ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഫോം ഉണ്ട്. അത് ഒപ്പിട്ട് നേരെ കോഴിക്കോട് പോയി അയച്ചു കൊടുത്താൽ അവർ ആ സ്കോളർഷിപ്പ് പാസ്സാക്കിയിട്ട് കുട്ടികളെ അയച്ചു കൊടുക്കും. അപ്പൊ ആ ഒരു ഗുണം കൂടി വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുണ്ട്. അർഹതപ്പെട്ട കുട്ടികൾക്ക് അവർ ഇട്ട് കൊടുത്താൽ നമ്മുടെ MBS താലൂക്കിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ആയാലും അതിൽ ഒപ്പിട്ട് കൊടുക്കും. ഈ കുട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് പാസ്സാക്കുകയും ചെയ്യും. ആ എമൗണ്ട് കിട്ടുകയും ചെയ്യും. MBS തന്നെ മറ്റു കോളേജുകളുടെയും ഈ ഒരു പാത തന്നെയല്ലേ മറ്റു കോളേജുകൾ? തീർച്ചയായിട്ടും. MBS എറണാകുളം ജില്ലയിൽ 7 കോളേജുകളുണ്ട്. ഈ 7 കോളേജിനും ഇതെല്ലാം ബാധകമാണ്. പിന്നെ വേറെ പ്രത്യേകത എന്താണ് കോളേജിലുള്ളത്? കോളേജിന്റെ അകത്ത് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അടുത്ത് ഉണ്ടാക്കിയ കാര്യം അവർക്ക് എങ്ങനെ ഈ സമയബന്ധിതമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. അധ്യയന സമയത്തിൽ വ്യത്യാസം വരുത്തിയാൽ അവർക്ക് ഇപ്പോഴത്തെ പഠിപ്പും തൊഴിലും ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിലാണ് അവർ വിദേശത്തൊക്കെ ഒരുപാട് ആളുകൾ ജോലിയും വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാറുണ്ട്. അതേ രീതിയിൽ നമ്മളിവിടെ ആലോചിച്ചപ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ 2 മണിക്ക് അവരെ പറഞ്ഞേക്കാൻ ഞാൻ 3:00-ക്കാണ് ഇവർ വിട്ടിരുന്നത്. അത് 2 മണിക്ക് ആക്കുകയും രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങുകയും ചെയ്താൽ
അവർക്ക് 2 മണിക്ക് ക്ലോസ് ചെയ്യും. 2 മണിക്കൂർ ഷിഫ്റ്റിന് അവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത് മാത്രമല്ല അസാമയത്ത് വരേണ്ടേ പറ്റില്ല. ആ 8 മണിക്കൂർ അതിൽ അവർ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം, ബാക്കി പഠിക്കുകയും ചെയ്യാം, കോളേജിൽ വരികയും ചെയ്യാം. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മൾ ആ ഒരു തീരുമാനത്തിൽ വരികയും നമ്മളത് പാസ്സാക്കുകയും ചെയ്തു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കോളേജ് നമ്മൾ നടന്നിരിക്കുന്നത് അതാണ്. പിന്നെ അത് മാത്രമല്ല, കോളേജിൽ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ കോളേജിൽ നമ്മളിപ്പോ ചെയ്യുന്നതിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഡാൻസ് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൊച്ചിയിൽ തന്നെ കോളേജിലൊക്കെ ഉണ്ട്. പക്ഷെ MES കോളേജിൽ ഡോക്ടർ ഫസൽ കോഫർ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരുമിച്ച് ഡാൻസ് ചെയ്യുവാനും ഒരുമിച്ച് ഓട്ടം ചാട്ടം ഉണ്ടാക്കുവാനും ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് പഠിക്കുവാനുള്ള കണ്ടീഷൻസ് ഒക്കെ കുറേയൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാക്കിയിട്ട് വരുന്ന രക്ഷകർത്താക്കൾക്ക് അവരുടെ കുട്ടികളെ കുറേ കൂടി സേഫ്റ്റി ആയിട്ട് പെൺകുട്ടി ഇതിൽ ആൺകുട്ടി ഇതിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമുണ്ട്. അതിൽ ഇന്ന് എറണാകുളം ജില്ല വെച്ച് നോക്കിയാൽ MES കോളേജിൽ അത് പരിപൂർണമാണ്. പിന്നെ അകത്തോട്ട് രാഷ്ട്രീയമില്ല. MESന്റെ അകത്ത് പുറത്തേ രാഷ്ട്രീയമുള്ളൂ. അകത്ത് വേറെ പ്രശ്നങ്ങൾ വേറെ പാർട്ടി വന്ന് കയറുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആൾക്കാരെ വന്ന് കയറുകയോ ഒന്നും MESന്റെ രാഷ്ട്രീയ പാർട്ടിയോട് എതിരൊന്നുമില്ല. പക്ഷേ കോളേജിനകത്ത് വേണ്ട, പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം മതി. അതിനകത്ത് മറ്റു രീതിയിലൊരു പ്രശ്നം ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ആരോ സംവിധാനം ഉണ്ടാക്കുന്നില്ല. അവർക്ക് താല്പര്യമുണ്ട്. കാരണം പറഞ്ഞയക്കുന്ന കുട്ടികളെ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട പറഞ്ഞയക്കുന്നത് വളരെ സാധാരണക്കാരാണ് കൂടുതലും. ഭൂരിപക്ഷം നമ്മുടെ രാജ്യം അറിയാമല്ലോ, നമ്മുടെ വട്ടാഞ്ചേരി പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളാണ്. അത് മാത്രമല്ല, അവർക്ക് സ്കോളർഷിപ്പിന്റെ കൂടെ തന്നെ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ കഴിഞ്ഞ തവണ 80% മാർക്കുള്ള കുട്ടികൾക്ക് 1 ടൈം നമ്മൾ ഫീസ് വാങ്ങുന്നില്ല. അതായത് ഒരു സെമസ്റ്ററിന്റെ കാശ് 1080 1080 അത് ഒഴിവാക്കി കൊടുക്കും, ഫുള്ളായിട്ട് ഒഴിവാക്കി കൊടുക്കും. പിന്നെ അവിടത്തേക്ക് ചെറുതായിട്ടുള്ള PTA ഫണ്ട് മറ്റുള്ള കൊടുക്കുന്ന ആ എമൗണ്ടും ഒഴിവാക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതിന് പള്ളിയിലെ ആൾക്കാരോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ SNDPന്റെ ആൾക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരോ അല്ലെങ്കിൽ നമ്മളുടെ ജമാഅത്ത് സംബന്ധമായിട്ടൊക്കെ ആളുകൾ വിളിച്ചു പറഞ്ഞാലും ഇവിടുത്തെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള, അതായത് പിന്നെ MES കോളേജിൽ ജാതി മത ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും പരിഗണന നൽകുന്ന കോളേജാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതിനൊരു മാതൃക വേറെയുണ്ട്. നമ്മുടെ മുഴുവൻ കോളേജും 10-40 കോളേജ് താഴെ നമുക്കുണ്ട്, കേരളത്തിൻ്റെ അകത്തുണ്ട്. ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫിനെ, ഗവൺമെന്റ് സ്റ്റാഫിനായിരുന്നാലും അന്നേട് അതായത് സ്റ്റാഫിനായിരുന്നാലും അവിടെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അതേപോലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ജീവനക്കാരൊക്കെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കൂടുതൽ അന്വേഷിച്ച വെല്ലുവിളിക്കാൻ ഡോക്ടർക്കാരത്തിന് വെല്ലുവിളിക്കുക. അത്രയും അതായത് ഒരു സാമുദായിക പക്ഷാപാതിത്വം MESനില്ല. MESന്റെ കോളേജുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസാരം ഏകദേശം പൂർത്തിയായി എന്നാണ് ഞാൻ കരുതുന്നത്. MESന്റെ കൊച്ചി താലൂക്ക് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ താലൂക്കും ഉണ്ടെന്ന് എനിക്കറിയില്ല, ഈ SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു പരിപാടി MES കാലാകാലങ്ങളായിട്ട് താലൂക്ക് പിന്നെ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചെയ്തു വരുന്നതാണ്. പക്ഷെ ഇടക്കാലത്ത് അന്നേരം മുസ്ലിം കുട്ടികൾക്ക് മാത്രമായിരുന്നു ഒരു കാലത്ത് ഈ ആദരവ് ലഭിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇടക്കാലത്ത് അത് എല്ലാ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്കും ആക്കി മാറ്റി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് KMSN എന്ന പ്രസിഡന്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ശരിയാണോ? അതിലൊരു സംശയമില്ല. എനിക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് ക്ഷണിതാവാണ്. അതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ കാണുമ്പോഴും സംസാരിക്കാനും അവിടെ സംസാരിക്കുന്ന സ്പീച്ചും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറും അത് അനുസരിക്കാനും കേൾക്കാറുമുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റും, അധികാരത്തോടെ ചെയ്യാൻ പറ്റും. അതായത് MESന്റെ സംസ്ഥാന കമ്മിറ്റിയുമായിരുന്ന ഒരുമാനപ്പെട്ട ആളുകൾക്കൊക്കെ എന്നെ പരിചയമുണ്ട്, എന്നെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ആ രീതിയിൽ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് പല സ്ഥലത്തും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടത്. അതായത് കുട്ടികളെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു മുസ്ലിംസും ഒരു ക്രിസ്ത്യാനിസും ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ ഈ 3 കുട്ടികൾ സെയിം കൂട്ടുകാരാണ് മാർക്ക് കിട്ടുക. മറ്റേ കുട്ടികൾ ഒഴിവാക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അവർ തമ്മിലുള്ള പ്രയാസങ്ങൾ അത് വളരെ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് ഒഴിവാക്കണം. നമുക്ക് അത് മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണം. ഒരു 3-4 കൊല്ലമായിട്ട് ആ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഫുള്ള് A+ കിട്ടിയ കുട്ടികൾക്ക് ഇനി MESന്റെ മെമ്പർമാരുള്ള കുട്ടികൾ ചെറിയ മാർക്ക് കുറവുണ്ടെങ്കിൽ അവരെയും കൂടി അംഗീകരിച്ചത്.
അപ്പൊ ആ രീതിയിലൊക്കെ പിന്നെ കാരുണ്യ പ്രവർത്തന രംഗത്ത് MBSന്റെ വ്യക്തമായ ഇടപെടലുകൾ ഉണ്ട്. കാരണം മാധ്യമ പ്രവർത്തന നിലയിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ ഈ MESുമായി ബന്ധപ്പെട്ട നമ്മുടെ വർത്തമാനം കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കടക്കാൻ പോകുന്നത് നമുക്ക് വലിയ ഫുട്ബോൾ പ്രേമിയാണ് KMS. അതെ, യാതൊരു സംശയമില്ല. തുടക്കം മുതലേ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും. എന്നാൽ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ പോലെ ഓടാനും ചാടാനും ഒന്നും പറ്റില്ലല്ലോ. പക്ഷെ അപ്പോഴും ഫുട്ബോൾ പ്രേമം വിടാതെ വെറ്ററൻസ് ഫുട്ബോൾ സംവിധാനം കൊണ്ടുവന്നു. എനിക്കൊണ്ട് ദീർഘകാലമായിട്ട് അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ്. രൂപീകരിച്ച കാലം മുതൽ പ്രസിഡന്റ്. രൂപീകരിച്ച കാലം മുതൽ ജോപ്പനൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ വീട്ടിൽ. അതിനൊക്കെ ശേഷം പിന്നീട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ് വൈസ് പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞു. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പോകുന്നത്. കാരണം കൂടെ നിൽക്കുന്ന നമ്മൾ 10-80 പേരുണ്ട് ഇപ്പോൾ മെമ്പർമാർ. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. എന്നാൽ എല്ലാ വർഷവും വെറ്ററൻസ് ഫുട്ബോൾ മത്സരം എല്ലാ വർഷവും വെറ്ററൻ ഫുട്ബോൾ മത്സരം നടത്തുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ഉണ്ടായിരിക്കുന്ന കാര്യം, ഒരുപാട് ആളുകൾ കേരള ടീമിൽ കളിച്ചാൽ, ഇന്ത്യൻ ടീമിലെ കളിച്ചാൽ ഒരുപാട് ആളുകൾ അംഗീകരിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അംഗീകാരം കിട്ടാതിരിക്കുന്ന ആൾക്കാർ. കാരണം അവർ രംഗത്ത് വന്നില്ല. അവർക്ക് ഫോട്ടോത്തിന്റെ മുമ്പിലോ അല്ല ആളെ കാണിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞുള്ള അഭിപ്രായമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷെ ആരും അംഗീകരിച്ചിട്ടില്ല. വളരെ കൂടുതൽ പലപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട്. ഒരു ഷോളെങ്കിലും ഇട്ടിട്ട് ഒന്ന് ആദരിച്ചാൽ വളരെ നല്ലതായിരിക്കും. അവിടെയൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ അവർ പറയുന്നില്ല. അത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ MESന്റെ സെക്രട്ടറി പ്രസിഡന്റും അതേമാതിരി തന്നെ അതിന്റെ ഭാര്യവെള്ളം കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ 2-3 പരിപാടി ഇതേമാതിരി അർഹതപ്പെട്ട വളരെ പ്രായം ചെയ്യുന്ന ആളുകൾ, ഔഷധമായിട്ടുള്ള ആളുകൾ ഞങ്ങൾ 5 പേര് 6 പേര് 2-3 ട്രിപ്പ് ആദരിച്ചു. അവർക്കൊരു പ്രൈസ് മണിയും ഒരു പൊന്നാടയും ഒരു മൊമെന്റും എല്ലാം കൂടി കൊടുത്ത് ആദരിച്ചപ്പോൾ അത് കണ്ടു നിന്ന അന്നത്തെ കളിക്കുന്ന അതേ ലെവലിൽ കളിക്കുന്നവരുടെ ഭാര്യമാരുമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കെങ്കിലും ഒരു വെട്ടെങ്കിലും ഒന്ന് ആദരിക്കണമെന്ന് പറഞ്ഞ് സങ്കടം വന്നു പോയിട്ടുണ്ട്. കാരണം വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുത്ത് നമ്മളിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ രംഗത്ത് കൊടുത്ത് അവർക്ക് ഈ ആദരവ് മാത്രമല്ലല്ലോ, ഇടയ്ക്ക് ഈ അവശ്യരായിട്ടുള്ള ഫുട്ബോൾ അവർക്ക് ഒരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു, അതായത് ഈ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിന് കൂടെ തന്നെ ഒരു ചെറിയ രീതിയിൽ ഈ ആദരന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പൈസയും കൂടി സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അവരെ സമയത്തോളം അവർക്ക് സാമ്പത്തികത്തിന് ഉപരി ഈ ആദരവാണ് വേണ്ടത്. അംഗീകാരം സമൂഹത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടും അവർ അംഗീകരിക്കുകയും അവർ ഒരുമിച്ചിരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒരു നേരം ആഹാരം കഴിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടെന്ന സന്തോഷമുണ്ടല്ല, അതൊരു പ്രത്യേകതയാണ്. അല്ലാതെ കിട്ടിയിട്ടില്ല. ഒരുപാട് കാലം കളിച്ചിട്ട് പോലും അവർക്ക് ആദ്യം നൽകാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് ഇപ്പോ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല. അത് വലിയൊരു സംഭവമാണ്. അതായത് ഞങ്ങളിവിടെ വെറ്ററൻ ഫുട്ബോളേഴ്സ് കൂടാതെ തന്നെ നമ്മൾ ഒരു സമിതി ഉണ്ടാക്കി. നമ്മളിവിടെ പരേഡ് ഗ്രൗണ്ടും സാൻഡോഗ്രസ് ഗ്രൗണ്ടും വെളി ഗ്രൗണ്ടൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരേഡ് ഗ്രൗണ്ടാണ് നമ്മൾ മനസ്സിലാക്കി മുന്നേ വെച്ച് നമ്മളോളം ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടായി നമുക്ക് കിട്ടിയിരുന്നു. അത്രയും വിശാലമായിട്ട് സ്ഥലം ഉണ്ടായിട്ട് പരേഡ് ഗ്രൗണ്ടാണ്. അത് നമ്മൾ പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി ഇതിന് ശേഷമാണ് അവിടെ ഒരു പ്രത്യേക തരം കളികൾ വരാമെന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈക്കിൾ ആൻഡ്രോസ് ഉൾപ്പെടെ ടീം രംഗത്ത് വന്ന് അവിടെ ഏരിയ എല്ലാം കിട്ടി മറച്ചു. ഫിഫയുടെ എല്ലാം വന്ന് മറച്ചു. അതെല്ലാം കിട്ടിയതിന് ശേഷം അതിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലായിരുന്നു കളി. അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാണ്ട് ആ ഗ്രൗണ്ട് അങ്ങനെ നശിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വെള്ളവും കുപ്പിയും ആയിട്ട് ആളുകൾ ചുറ്റും. അല്ല, ഈ നശിഞ്ഞ് ഇതിനിടക്ക് ആ ഗ്രൗണ്ട് പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കപ്പെടുകയും എന്നാൽ ഇത് ഇങ്ങനെ പണ്ടാരാടോ പറഞ്ഞ മാതിരി ഇങ്ങനെ നടക്കാതെ പോയില്ല. ഇതിനൊക്കെ ശരിക്കും നമ്മുടെ ജനപ്രതിനിധികളുടെ പരാജയമല്ലേ? ജനപ്രതിനിധികളുടെ പരാജയം ഉണ്ടെന്നുള്ള 100% അംഗീകരിക്കുന്നതാണ്. എന്നാൽ പറഞ്ഞു പറ്റിച്ച ഒരുപാട് ആളുകളുടെ പിന്നിലുണ്ട്. നാളെ തന്നെ ഇത് എന്ന് പറയും. എനിക്കറിയാവുന്ന ഞാനും ഉണ്ടായിരുന്നു. നാളെ തന്നെ റെഡിയാക്കാന്ന് പറയുമ്പോൾ അതെ ചെയ്യാ എന്ന് പറയുകയും സംസാരിക്കുകയും ചെയ്യും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇത് പിന്നെ C7ന്റെ ഫണ്ടിന്റെ കോൺടാക്ട് എടുത്തിരിക്കുന്നത് അയാളെ വിളിച്ച് അയാളപ്പം തന്നെ സംസാരിക്കുകയും അതേമായിട്ട് നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് അയാൾ വിളിച്ചാൽ ആൾ പറഞ്ഞ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തേക്കാന്ന് പറയും. പക്ഷെ അയാള് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കൂല. അതിൽ പിടുത്തുകാരനുമല്ല. എന്നാൽ അയാള് വരുമ്പോ അയാളുടെ എല്ലാ കാലും ഘട്ടമായിട്ട് എല്ലാം സാധിച്ചെടുക്കുന്നുണ്ട്. എവിടെയൊക്കെ വെട്ടിമുറിച്ച് വെക്കാൻ പറ്റും അവിടെയൊക്കെ വെക്കാൻ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാവരുടെ ഒരു നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മളെ അല്ല ഈ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞാല് അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും.
അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണ അഷ്ടപ്പറ്റിക്ക അതിന്റെ പിന്നിലുണ്ട്. അതിൽ സംശയമൊന്നും വേണ്ട. നിലവിൽ ഭരണമുള്ളവർക്കല്ലേ ഇതിന് ചെയ്യാൻ കഴിയുള്ളൂ. ആണ്. എന്നാലും ഉണ്ടായിരുന്നത് ആരും തന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വന്ന അന്ന് മുതലും കൂടി ഇതുവരെക്കൊന്നും ചെയ്തിട്ടില്ല. അത് സ്റ്റില്ലായിട്ട് നിൽക്കണം. പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ മുമ്പത്തെ മാസം ഞങ്ങളൊരു 3-4 വീട് പോയിട്ടുണ്ടായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് ഇതൊന്നും ആലോചിച്ചിട്ട് ഈ അവിടെ വെച്ചിരിക്കുന്ന പെൻസിലിംഗ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ആ ഗവൺമെന്റ് ലെവൽ അത്രയും പണിയുള്ളൂ അവിടെ, അത് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഇതുവരെക്കും അതിനോട് ബന്ധപ്പെടുകയും അതിന് കഴിവുള്ള ഒരു ജനപ്രതിനിധി നാട്ടിലില്ല. അതില്ല. അത് MLA ആയാലും MP ആയാലും കൗൺസിലർ ആരായാലും അതിന് കഴിവുള്ള ഒരാളില്ല. കഴിവുള്ളവർ ഇല്ലാണ്ടാണോ, അതിന് പറയാണ്ടാണോ, അല്ല വരാണ്ടാണോ, അല്ലെ അവര് പറഞ്ഞിട്ട് ഇവര് കേൾക്കാണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവര് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ കഴിവില്ല എന്നല്ല എന്റെ അർത്ഥം. അല്ല, അത് അങ്ങനെയും കൂടി പറയാം. അങ്ങനെ പറയുന്നതിനെക്കാട്ടി ഉപരി ഞാൻ പലപ്പോഴും അവിടെ ചെന്നിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അതിനോട് ബുദ്ധിമുട്ടാനും ശ്രമം നടത്താൻ നമ്മുടെ MLA പറഞ്ഞിട്ടുണ്ട്, ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടിരുന്നതിൽ നല്ലൊരു പങ്ക് വെച്ചിരിക്കുന്നത് MLA കൂട്ടാൻ പറ്റില്ല. പക്ഷേ കോൺട്രാക്ടുകാരൻ ശരിക്കും ചതിയണം. അല്ല, കോൺട്രാക്ടർ ചതിയെന്ന് വെച്ചാൽ കോൺട്രാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രാക്ടർ ഇവരൊക്കെ പറയാനാ കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ആളാണ്. പക്ഷെ എന്നിട്ട് കോൺട്രാക്ടർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ ഇവരെക്കാൾ വലിയ ആള് കോൺട്രാക്ടർ അല്ലേ? ഇവർക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ട് അങ്ങനെ പോകുന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം നടക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത്, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞവർ ഇത് കണ്ടുകൊണ്ട് ചിരിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല. ഇനി ആ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്താകുന്നു? ഗ്രൗണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും അവിടെ ചെന്നപ്പോൾ എത്രയും പെട്ടെന്ന് കലക്ടറായിട്ട് വിളിച്ചുകൂട്ടി, സബ് കളക്ടർ അല്ല കലക്ടറായിട്ട് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവിടെ ഇങ്ങനെ പെൻസിലിംഗ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഗ്രൗണ്ട് പുല്ല് പിടിപ്പിച്ച് 3-4 മാസം മുമ്പല്ലേ ഇനി അടുത്ത് പോയതാണ്. 3-4 മാസം മുമ്പ് അത് പോയതിനു ശേഷം ഞാൻ ഒന്നുകൂടി പോയിരുന്നു. പക്ഷെ കളക്ടറായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കളക്ടറായിട്ട് പോകുകയും സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഡേറ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് എവിടം വരെ എത്തി, എങ്ങനെ അയക്കുന്ന ഒന്നും കൂടി സംസാരിച്ചിട്ട് വേണം എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. ശരിക്കും അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം തണുപ്പിക്കാൻ വേണ്ടി ചെയ്ത വേലത്തരമായിട്ട് അതിനെ കണ്ടാൽ നമുക്ക് ഇല്ല, അതില് സംശയം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ആ രീതിയിൽ കൊണ്ടുവരാൻ വരുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല. പക്ഷെ അത് ഒരാളുടെ പേരിൽ മാത്രം നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റില്ല. കാരണം CSMന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പരിപാടിക്ക് അവിടെ കൗൺസിലുണ്ട്. അല്ല, CSM ഇത് ഈ ഗ്രൗണ്ട് ഇരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ കീഴിലാണ്. അതെ, സ്വാഭാവികമായിട്ട് റവന്യൂ വകുപ്പ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. സംസ്ഥാന സർക്കാരിന്റെ ഭരണകക്ഷിപ്പെട്ടുള്ള ഒരാളല്ലോ MLA. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ. ഇത് സംസാരിച്ചതിന് ശേഷം ഒന്നുകൂടി സംസാരിച്ചതിന് ശേഷം ഞാൻ താലൂക്ക് ഓഫീസിൽ പോയിരുന്നു. താലൂക്ക് ഓഫീസിൽ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ റവന്യൂ സെക്ഷൻ താലൂക്കാണല്ലോ, അവരൊക്കെ എല്ലാം നമ്മൾ പഴയ ഗവൺമെന്റ് അവരുടെ കയ്യിലാണ്. മറ്റത് കൊച്ചിൻ കോർപ്പറേഷന്റെ പേരിൽ കൊച്ചിൻ കോർപ്പറേഷന്റെ കയ്യിലാണ്, ഇത് റവന്യൂന്റെ കയ്യിലാണ്. പക്ഷെ റവന്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്കൊരു കടലാസ് ഇതുവരെക്കും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആ ഒരു കടലാസ് ആരാണ് കൊടുക്കേണ്ടത് നമ്മൾ ചോദിച്ചു. പെൻസിൽ, നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം പെൻസിൽ മാറ്റാനാണ്. അപ്പൊ അത് കൊടുക്കേണ്ടത് ആരാണ്, ഏത് മാറ്റം കൊടുക്കേണ്ടത്, ആരാണ് അവിടെ സ്ഥാപിച്ചത്, ആരാണ് അനുമതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേ സ്റ്റേ ഉണ്ട്. നമ്മൾ സ്റ്റേ ഒന്നുമില്ല, എപ്പോഴും പറഞ്ഞ വാക്ക്, ഒരു സ്റ്റേന്റെ പിന്നിലില്ല. നിങ്ങൾ അത് അനുഭവിച്ചിട്ട് മാറ്റാൻ പറഞ്ഞ് ലെറ്റർ എഴുതി കൊടുത്താൽ CMCLന്റെ ആൾക്കാർ റെഡിയാണ്. ഞാൻ പോയി സംസാരിച്ചു, എൻ്റെ ഡയറക്ടറോട് അവരോടൊക്കെ പോയി സംസാരിച്ചാണ്, അവരിത് മാറ്റാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എഴുതി കൊടുക്കണം, അതിന് തയ്യാറാകണം, അത് എത്രയും പെട്ടെന്ന് ചെയ്താലും എന്ന് പറഞ്ഞ് ഒരു ചെരുപ്പ് തേഞ്ഞു പോകുന്നതല്ലാണ്ട് ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. ഗ്രൗണ്ട് അങ്ങനത്തെ നിൽക്കുന്നത്. എന്തായിരുന്നാലും ഒരു രീതിയിലും കൂടി സംസാരിച്ചിട്ട് ഒരു പ്രശ്നം കൂടി വെച്ചു കൊടുത്തിട്ട് ഗ്രൗണ്ട് ആ പെൻസിലിൽ മാറ്റിയിട്ട് അവിടെ കംപ്ലീറ്റ് പച്ച പിടിപ്പിച്ച് അതൊരു പച്ചപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ കളിക്കാവുന്ന കണ്ടീഷനിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് എല്ലാവരുടെയും ആവശ്യമാണ്. എല്ലാവരും അതിൽ പങ്കാളിയാകേണ്ടതാണ്. എനിക്കാണ് ഗ്രൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് ശരിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ KM ഹസന്റെ രാഷ്ട്രീയം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെക്കാട്ടി വലുത് പൊതുപ്രവർത്തനം ഏറ്റവും വലുത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എല്ലാവരുടെ കയ്യിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിൽ കൂടി മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പൊതുപ്രവർത്തനമാണ്. അത് എന്റെ മനസ്സിലൊരു രാഷ്ട്രീയമില്ലേ? രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഇല്ല എന്ന് പരസ്പരം അവരോടൊന്നും പറയാൻ പറ്റുമല്ലോ. പക്ഷെ എനിക്കുള്ള രാഷ്ട്രീയം അതാ പറഞ്ഞു, എനിക്കുള്ള രാഷ്ട്രീയത്തിന് ഉപയോഗം എൻ്റെ ഉള്ളത് എനിക്ക് പൊതുപ്രവർത്തനമാണ്. ഞാൻ അതിനായി വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാര്യം വ്യക്തമാണല്ലോ, ഞാൻ ഏത് സംഘടനയുടെ പ്രസിഡന്റായിട്ടിരുന്നാലും സെക്രട്ടറി ആയിട്ടിരുന്നാലും എൻ്റെ ഏറ്റവും വലിയ സംഘടന MES ആണ്.
അത് വിട്ടൊരു കളിയില്ല. അത് വിട്ടിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. ഈ സമയം വരെ MESന്റെ അതിൻ്റെ മുന്നോട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടർ ഫസൽ കുഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിൻ്റെ, നമുക്ക് 7 താലൂക്കാണ് എറണാകുളം ജില്ലയിൽ. ഈ 7 താലൂക്കിൽ പിന്നെ ഡോക്ടർ നേരിട്ട് ഇവിടെ വരികയും അതിന് പ്രസിഡന്റിന് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. കൊച്ചി താലൂക്ക് സാർ ഏത് തീരുമാനം എടുത്താലും, ഏത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരുന്നാലും, ഭാരവാഹി തിരഞ്ഞെടുത്തിരുന്നാലും അവരുടെ കൂടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അഭിവാദനം ചെയ്തു, വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഡോക്ടർ വന്ന് ഇവിടെ തീരുമാനമെടുത്ത് ജില്ലയിൽ ഒരു സംവിധാനം മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ സംവിധാനത്തിനുള്ളിൽ കൂടി തന്നെ എറണാകുളം ജില്ല മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ശക്തമായിട്ട് പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കോളേജിൽ പാർട്ടിസിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാകണം. നിങ്ങളുടെയൊക്കെ അതിന് സഭയോട് സഹായം ഉണ്ടാകണം. കാരണം MESന്റെ കോളേജിൽ ഇപ്പോൾ ഒരു 400 ചില പിള്ളേർ പഠിക്കുന്നുണ്ട്. അവിടെ 1000-650 പിള്ളേർ പഠിക്കണം. പിള്ളേരുണ്ട് പഠിക്കാൻ വേണ്ടി, പക്ഷേ പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാക്ക്വേർഡ് ഏരിയയിൽ ഒരുപാട് ആളുകളുണ്ട്. ഇവരിലുള്ളത് 50-60% മാർക്കുള്ള കുട്ടികളും കുറഞ്ഞ മാർക്കിൽ പഠിച്ചു വന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഇവരെ എടുത്തിട്ട് പഠിപ്പിക്കാവുന്ന കണ്ടീഷനിൽ നല്ല രീതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതിനകത്ത് കോളേജ് മുന്നോട്ട് പോകണം. കൊച്ചിയിൽ വേറെ കോളേജിൽ 5 ഏക്കർ 10 സെന്റോളം സ്ഥലമുള്ള ഒരു വലിയ കോളേജാണ്. ഇവിടെ ഇപ്പോൾ 2-3 കോളേജ് വായിച്ചാൽ അവിടെ ഒന്നും സ്ഥലം ഗ്രൗണ്ടില്ല. നമ്മളെ കോളേജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യം ബന്ധപ്പെടുത്തിക്കൊണ്ടും ഈ പ്രാവശ്യം നല്ലൊരു ഇതിൽ കുറെ കുട്ടികൾ വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകണം എന്നാണ് എനിക്ക് അവസരം നിങ്ങൾ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഏകദേശം പഴയ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടന്നില്ല. അത് കടക്കേണ്ട സാഹചര്യം ഇപ്പം ഇല്ല, അതുകൊണ്ടിട്ട് കടക്കുന്നില്ല. ബാക്കി വർത്തമാനകാലത്തിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചു. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. Sevens Golden Diamonds, Ermalur, Vadadala.